പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം ഏത്? പോയിട്ടില്ല. കന്യാകുമാരി. തമിഴ്നാട്. തമിഴ്നാട്. പേടിച്ചിരിക്കുന്നില്ല. ഒരു സമ്മാനം കിട്ടിയാ കൊണ്ടുപോകില്ലേ? നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിലാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലത്ത്. ഞങ്ങളുടെ ഈ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് വർക്കല റോഡിൽ ലോട്ടറി വ്യാപാരം നടത്തുന്ന അണ്ണ, എന്താണെന്ന് പേരൊന്ന് വെളിപ്പെടുത്തിയ? അനിൽകുമാർ. അനിൽകുമാർ അണ്ണ നിരവധി പ്രാവശ്യം ഞങ്ങൾ ചോദ്യമായിട്ട് എത്തി. അണ്ണ ഉത്തരം പറഞ്ഞതുകൊണ്ട് പക്ഷേ ഉത്തരം പറഞ്ഞത് തെറ്റായിരുന്നു. നിരവധി പ്രാവശ്യം സമ്മാനങ്ങൾ നഷ്ടമായി. ഇന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും അണ്ണനൊരു സമ്മാനം തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അണ്ണന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അണ്ണൻ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹം സഫലീകരിക്കും. അപ്പോൾ ഇന്നത്തെ സമ്മാനം നൽകുന്നത് ഹോട്ടൽ മട്ടുപ്പാവിലാണ്. മട്ടുപ്പാവിനെ കുറിച്ച് നമ്മൾ അറിയാം അല്ലേ? അറിയാം. നല്ല കല്ലമ്പലത്ത് തന്നെ നല്ല ഭക്ഷണം കിട്ടുന്നത് നമുക്ക് ഫേമസ് ആണ്. ഫുഡെല്ലാം ടേസ്റ്റി ഫുഡുകളാണ്. അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം ഏത്? ആദ്യമായി ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന സ്ഥലം എന്നാണ്, സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചത്. സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് കന്യാകുമാരി. അല്ല. ഇവിടെ നിൽക്കുന്ന ഈ ഉച്ചകൂടെ പ്രായമുള്ളവരൊന്ന് ചോദിക്കട്ടെ. നമസ്കാരം. ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം ഏത്? സൂര്യൻ ആദ്യമായിട്ട് ഉദിക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്. മാമൻ പറഞ്ഞു. എന്റെ പേര് ചന്ദ്രദാസ്. സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം, ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ? അറിയില്ല. പേടിച്ചിരിക്കുന്നത്? പേടിയൊന്നുമില്ല. ഒരു സമ്മാനം കിട്ടിയാ കൊണ്ടുപോകില്ലേ? കൊണ്ടുപോകും. അപ്പോ ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം, ആദ്യമായി സൂര്യന്റെ പൊൻകിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. സംസ്ഥാനം ഗോവ അല്ലേ? ഗോവയല്ല ചാച്ചി. അല്ലോ, അറിഞ്ഞൂടാ. സൂര്യോദയം കാണാൻ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? പോയിട്ടില്ല. ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. കേരളം. കന്യാകുമാരി. ഇതെല്ലാം നമ്മളെല്ലാരും ഈ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി കന്യാകുമാരി പോവുകയൊക്കെ ചെയ്യല്ലേ? അല്ലേ? കേരളത്തിലല്ലേ? പണ്ട് കേരളത്തിന്റെ ഭാഗമായി കേരളം ഉണ്ടാകുന്നത് തിരുവിതാംകൂറിലായിരുന്നു. ഇപ്പൊ തമിഴ്നാടിന്റെ ഭാഗമാണ്. അപ്പോ നിങ്ങളെ പേരെന്താണ്? രശ്മി. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണല്ലേ? അരുണാചൽ പ്രദേശ് ആണെന്ന് ഉറപ്പാണോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടോ? ടെസ്റ്റ് എഴുതുന്നുണ്ട് അല്ലേ? അപ്പോ അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണ് ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന ഈ ഒരു സമ്മാനം നമുക്ക് നൽകുവാൻ കഴിയുന്നത്. എവിടെയാണ് സ്ഥലം? മാവിൻമൂട്. അല്ലേ? പേര് ഒരിക്കൽ കൂടി? രശ്മി. PSC ടെസ്റ്റുകളൊക്കെ എഴുതാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുവാനും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ പതിക്കുന്ന സംസ്ഥാനം. കന്യാകുമാരി എന്ന് പറഞ്ഞ ചാച്ചി മുന്നോട്ട് വന്നാണ്. ബാ പിടിച്ചോ, പിടി. വേണ്ട, രശ്മിക്ക് കൊടുത്താണ്, അങ്ങോട്ട് നോക്കി കൊടുക്കാം. അപ്പോൾ ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനം കന്യാകുമാരി എന്ന് പറഞ്ഞ ചേച്ചി ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ രശ്മിക്ക് കൈമാറുകയാണ്. വാങ്ങിച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.